പാർത്തൻ ഈ മൊസാദിന്റെ പേജർ ആക്രമണവും വോക്കി ടോക്കി ആക്രമണവുമാകണം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇതിനു മുൻപേ ഈ സൈബർ ആക്രമണം ഇവർ നടത്തിയിരുന്നു. അതായത് ആണവ നിലയത്തെ തന്നെ സ്തംഭിപ്പിച്ച സൈബർ ആക്രമണം, അതായത് സ്റ്റക്സ് നെറ്റ് എന്ന് പറയുന്ന സൈബർ ആക്രമണം ഇറാൻ നടാൻസ് ആണവ നിലയത്തിൽ 2010 ആണ് ഈ മൊസാദി സൈബർ ആക്രമണം നടത്തിയത്. അന്ന് ലോക ശ്രദ്ധ നേടിയ വലിയ സൈബർ സുരക്ഷാ ആക്രമണ രംഗത്ത് തന്നെ ചർച്ചയാക്കിയ ഒരു സംഭവമായിരുന്നു. ഇത് ഒരുപാട് പഠനങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഇസ്രായേൽ US-ന്റെ സഹകരണത്തിലാണ് ഈ സെക്സ് നെറ്റ് വികസിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേജർ ആക്രമണത്തിന് മുന്നേ തന്നെ മൊസാദ് എന്ന ചാര സംഘടന ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഇസ്രായേലിൻ്റെ എതിരാളികളെ തകർക്കാൻ നടത്തിയ സംവിധാനങ്ങൾ അത് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. ഒരുപക്ഷെ മൊസാദിനെ തകർക്കാൻ, മൊസാദിൻ്റെ ചാരതന്ത്രത്തെ തകർക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല എന്നതല്ലേ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ വരുന്ന ആക്രമണങ്ങളുടെയൊക്കെ ഈ ഒരു പിന്നാമ്പുറ വശങ്ങൾ നമ്മൾ കാണേണ്ടത്. തീർച്ചയായും. അതിന് മുന്നേ ഒരു വാക്ക് പറഞ്ഞോട്ടെ, എനിക്ക് വായിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില വാക്കുകളൊക്കെ അവിടെ ഇവിടെ വിട്ടു പോകുന്നത്. അത്യാവശ്യം ഇൻഫെക്ഷൻ വായിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പം എന്തെങ്കിലും മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് എങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. പാർത്തൻ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഈ ഇസ്രായേലി ചാര സംഘടനയായിട്ടുള്ള മൊസാദ് ആദ്യം മുതലേ തന്നെ ലോകത്ത് ഒരു വീര പരിവേഷം നേടിയിട്ടുള്ള ഒരു ചാര സംഘടനയാണ്. ചാര സംഘടന എന്ന് പറയുന്നത് മൊസാദാണ്. അതായത് ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമായ അമേരിക്കയുടെ CIA പോലും കവച്ചു വെക്കുന്ന രീതിയിലാണ് മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അവർ ലോകത്ത് നടത്തിയിട്ടുള്ള പല ഓപ്പറേഷനുകളും അതിഭീകരമായ ഓപ്പറേഷൻ, അതിതന്ത്രപ്രധാനമായ ഓപ്പറേഷനുകളാണ് മൊസാദ് സാധാരണയായി നടത്തിയിട്ടുള്ളത്. അതിനെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ മാത്രമാണ് പല ലോക രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടുള്ളത്. അതിനെ കൊണ്ടാണ് പറയുന്നത് ഈ ജൂതൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അതിഭയങ്കരമാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ആ ഒരു മേഖല അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ആ ഒരു ബുദ്ധിയെ നമ്മളൊക്കെ പറയാറുണ്ടായിരുന്നു. അത് വളരെ കറക്റ്റാണ്. ഇസ്രായേലിൻ്റെ ആ ഒരു സാങ്കേതിക വിദ്യ, അവർ ആർജിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വളർച്ച, അതൊക്കെ വളരെ പരമപ്രധാനമാണ് ഈ കാര്യത്തിൽ. ഇപ്പം ഈ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചു, അതുപോലെ തന്നെ സൈബർ പാനലുകൾ പൊട്ടിത്തെറിച്ചു. അതിനുശേഷം അവർക്കൊരു ഞാൻ കണ്ട ഒരു ട്രോൾ എന്ന് പറയുന്നത്, ഈ ടോയ്ലറ്റിൽ പോലും പോയിരിക്കാൻ ഭയന്നു ലെബനനിലെ ആ തീവ്രവാദികളെന്നാണ് പറഞ്ഞത്. ആ രീതിയിലുള്ള വലിയ സൈബർ യുദ്ധമാണത്. സൈബർ യുദ്ധം എന്ന് ഞാൻ പറയുമ്പോൾ ഇതൊരു നോർമൽ ബോംബാണ്. അതായത് ഈ വോക്കി ടോക്കികളൊക്കെയാണ് പൊട്ടിത്തെറിച്ചതെങ്കിലും, അതായത് ഈ ഇതിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ കൂടെയും ഇതൊരു സൈബർ രീതിയിലുള്ള ആക്രമണമായിട്ടാണ് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, ശാസ്ത്രലോകമൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നോടിയായി, അതായത് ഇത്തരത്തിലുള്ളൊരു കാര്യം നടന്ന സമയത്ത് ഇതിൻ്റെ മുന്നോടിയായിട്ടും ഈ മൊസാദ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം എന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇറാനിലെ, കറക്റ്റ് പറയുകയാണെങ്കിൽ ഇറാനിലെ നഡാൻസ് ആണവ നിലയത്തിൽ 2010 ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. അവർ ആ ഒരു ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുള്ള ആദ്യത്തെ ആണവ നിലയത്തിലെ സൈബർ ആക്രമണം എന്നുള്ള രീതിയിലാണ് ഇതറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഒരു സൈബർ ആക്രമണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്രമണം നടക്കുമ്പോൾ അത് ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ ആകമാനം സ്തംഭിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായി കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ചെയ്തത്, അതായത് ഈ നഡാൻസ് ആണവ നിലയത്തിൽ മൊസാദെന്ന് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ മൊസാദാണ് എന്ന് പറയപ്പെടുന്നു. മൊസാദും ഇസ്രായേലും അമേരിക്കയും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഒരു സ്റ്റക്സ്നെറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു വൈറസ് ഇതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ആ ഒരു ആണവ നിലയത്തിലെ കമ്പ്യൂട്ടറുകളടക്കമുള്ള പ്രധാനപ്പെട്ട യന്ത്ര സംവിധാനങ്ങളുടെ പ്രധാന ഭാഗങ്ങളെ തന്നെ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. അതാണ് പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയോ താൽക്കാലികമായ ഒരു സൈബർ അറ്റാക്ക് നടത്തുകയോ ഒന്നും അല്ല ചെയ്തത്. അത് അവർ ആ ഒരു ആണവ നിലയത്തിനുള്ളിലേക്ക് കടന്ന് കയറിയത് പോലും നമ്മളെ അത്ഭുതപ്പെടുന്ന കാര്യമാണ്. കാരണം ഈ ആണവ നിലയത്തിൽ എന്തില്ല, ഈ ആണവ നിലയത്തിലെ കമ്പ്യൂട്ടറുകളൊന്നും തന്നെ 2010-11 കാലഘട്ടങ്ങളിൽ ഈ ഇൻ്റർനെറ്റുമായി, പുറം ലോകവുമായിട്ട് അവർ ബന്ധിപ്പിച്ചിരുന്നില്ല. അത് ബന്ധിപ്പിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള
ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇറാൻ ഈ ഒരു മുൻകരുതൽ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും ഇൻ്റർനെറ്റുമായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷേ ഒരു സ്വകാര്യ നെറ്റ്വർക്ക് മുഖേന ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വകാര്യ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യാനോ അവരുടെ സുരക്ഷാ കവചത്തെ മറികടക്കാനോ എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അത്തരത്തിലൊരു കാര്യം അവർ ചെയ്തത്. പക്ഷേ ഈ മൊസാദിൻ്റെ തന്ത്രപ്രധാനമായ പദ്ധതി, അവരുടെ ചാര പദ്ധതി അല്ലെങ്കിൽ ചാരപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറത്തേക്കാണ് എന്ന് പറയുന്നത് പോലെ ഇവരുടെ ഒരു ചാരൻ ഈ ആണവ നിലയത്തിനുള്ളിൽ കടന്നു കയറുകയും അവിടെ ഈ പെൻഡ്രൈവ്, അതായത് ഒരു പെൻഡ്രൈവ് ഈ ഈ കമ്പ്യൂട്ടറുകളിലേക്ക് കടത്തി വിടുകയും വൈറസിനെ, ഈ ഒരു പറയുന്ന സ്റ്റക്സ്നെറ്റ് വൈറസിനെ അതിനുള്ളിലേക്ക് കടത്തി വിടുകയും അത് ഒരുപാട് കാലം അതിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ് ചെയ്തത്. അതുവരെ ഒരു പ്രശ്നവുമില്ല. ഒരു സുപ്രഭാതത്തിലാണ് ഇത് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ കൊറോണ വൈറസൊക്കെ മറ്റ് പല വൈറസുകളൊക്കെ ഈ തണുത്ത പ്രതലത്തിൽ ഐസ് ക്യൂബുകൾക്കുള്ളിലൊക്കെ ഉറങ്ങിക്കിടക്കും എന്ന് പറയുന്നത് വൈറസുകളുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ ഈ സൈബർ ആക്രമണ സ്വഭാവമുള്ള വൈറസുകളും ഉറങ്ങിക്കിടക്കും. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കിടന്നതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിനത്തിൽ അത് ആക്റ്റീവാകുകയും അങ്ങനെ ആക്റ്റീവായതിനു ശേഷം ഇതിനെ ഈ ഒരു യന്ത്രഭാഗത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടത് മൊസാദിൻ്റെ വലിയ തന്ത്രമായിരുന്നു. കാരണം ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴും ഇറാനിലെ ഈ പറയുന്ന നടാൻസ് ആണവ നിലയത്തിൻ്റെ സെക്യൂരിറ്റി ചാർജുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കുക, അതായത് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ സുഖകരമായി നടക്കുന്നുണ്ട് എന്ന നിലയിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിലൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ അത് തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറുഭാഗത്തു കൂടി ഇതിനെ കടത്തിവിട്ട ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോർത്തി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഈ വൈറസ്. നോക്കൂ എത്രമാത്രം ഇൻ്റലിജൻ്റ് ആയിട്ടാണ് അവരത് കൈകാര്യം ചെയ്തത്. അതാണ് സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ്റെ പിന്നിലെ കാര്യം. അപ്പം ഇങ്ങനെ ഇവരിത് കടത്തിവിട്ടു. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇതിലെ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആണവ നിലയവുമായി ബന്ധപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണം, അതായത് യുറേനിയമാണ് ഈ ആണവ നിലയത്തിൽ ഏറ്റവും പ്രധാനമായി പങ്കുവഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെൻട്രിഫ്യൂജുകൾ, ഈ സെൻട്രിഫ്യൂജറുകൾ അത് സാധാരണ നിലയ്ക്ക് സെൻട്രിഫ്യൂജറുകൾ എന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്നത് പോലെ വലിയ രീതിയിൽ കറങ്ങുന്ന ഒരു സാധനമാണ്. അത് കറങ്ങിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സെൻട്രിഫ്യൂജറുകൾ എന്ത് ചെയ്തു, ഇത് വളരെ വലിയ അമിതമായ വേഗതയിൽ കറങ്ങി. അതായത് നമ്മൾക്കൊന്നും ഈ നമ്മുടെ ഒരു ഫാന് ഒരു നിശ്ചിത വേഗതയിലാണല്ലോ കറങ്ങുന്നത്. അതിലും ഒരു വലിയ വേഗതയിൽ ഒരു ഫാൻ കറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം അത്രമേൽ അപകടം സംഭവിക്കും. അതിനേക്കാൾ എത്രയോ വലിയ സെൻട്രിഫ്യൂജറുകളാണ് ഈ ആണവ നിലയത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സെൻട്രിഫ്യൂജറുകൾ അമിത വേഗതയിൽ കറങ്ങുകയും അങ്ങനെ ഈ ഉദ്യോഗസ്ഥർക്കൊന്നും അതിൻ്റെ സെക്യൂരിറ്റി വിങ്ങിനൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിൻ്റെ കറക്കം വർദ്ധിക്കുകയും അത് വലിയ രീതിയിലേക്ക് അറ്റാക്കിംഗ് സ്വഭാവം അവിടെ ഉണ്ടാക്കുകയും ആ ആണവ നിലയത്തിലാകമാനം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇവർക്ക് ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് വലിയ വലിയ ദുരന്തങ്ങൾ അവിടെ നടന്നു. ഇതിനെപ്പറ്റി ലോകത്താകമാനം വലിയ ചർച്ച നടന്നു. അപ്പോൾ എത്രമാത്രം ഭയങ്കരമാണല്ലേ ഇവരുടെ ബുദ്ധി. തീർച്ചയായും എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടത്. മൊസാദ് എന്ന് പറയുന്നത് ഇനി ലോകത്താർക്കും ഇത്തരത്തിലൊരു ചാര സംഘടനയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം അത്ര ബുദ്ധി രാക്ഷസന്മാരാണ് ഇവർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആണവ നിലയത്തിലൊക്കെ കയറി വൈറസിനെ അതിൻ്റെ സൈബർ വിങ്ങൽ, ഒരു സ്വകാര്യ സൈബർ വിങ്ങൽ ആ വൈറസിനെ കടത്തിവിടുന്നു. ആ വൈറസ് അവിടെ കിടക്കുന്നു. അത് കുറേ നാൾ അങ്ങനെ തന്നെ ഉറങ്ങിക്കിടക്കുന്നു. പിന്നീട് അത് ഉണർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷേ ഈ സംഘടനകൾക്കൊന്നും, ഈ തീവ്ര സംഘടനകൾക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവിടുത്തെ വിവരങ്ങളൊക്കെ ചോർത്തി നൽകുന്നു. അതിനുശേഷം ആ ആണവ നിലയത്തെ തരിപ്പണമാക്കുന്നു. അപ്പോൾ ഇത്രയും ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യാൻ മൊസാദിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇത് തന്നെയാണ് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ വിജയവും എന്ന് പറയുന്നത്. മൊസാദ് കൂടെയുള്ളപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ ആർക്കും കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം കൂടി ഇസ്രായേലിനുണ്ട്. മാത്രമല്ല ഇതിൽ ഈ മൊസാദിൽ 50% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. അതിൽ 24 പേർ, ഇപ്പോൾ ഉള്ളതിൽ 24 ചാരസുന്ദരികളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇവരാണ് ഓരോ സ്ഥലത്ത് പോയി, ഇവർക്ക് ലോകത്ത് എവിടെയും സഞ്ചരിക്കാം. ഈ കൂടെ ആരുടെ കൂടെയും പിന്നെ കിടക്ക പങ്കിടാൻ ഇവർക്ക് അനുവാദമില്ല. പക്ഷേ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവരാൻ ഇവർക്ക് കൃത്യമായ കഴിവുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു തെറ്റായ രീതിയിലൂടെ അല്ലാതെ തങ്ങളെ ഏൽപ്പിക്കുന്ന ലക്ഷ്യം കൃത്യമായി നടത്താൻ ഇപ്പോൾ
ഈ ഹമാസ് തീവ്രവാദികൾക്ക് ഭയമാണ്. ഇനി ഏത് തരത്തിൽ ബാത്റൂമിൽ പോവാൻ ഭയം, കുളിക്കാൻ ഭയം, ഡ്രസ്സ് ഇടാൻ ഭയം, ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഭയം. അപ്പം ഇത്തരം ഭയങ്ങൾ ഇവരെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. അപ്പം ഇനി ടി വി ആണോ, ഫ്രിഡ്ജാണോ, മൊബൈൽ ഫോണാണോ, എന്താണ് ഇനി ക്ലോസറ്റ് ആണോ പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ള ഭയത്തിലാണ് ഇവർ ഓരോരുത്തരും. അപ്പോൾ ഈ ചാര സംഘടന US-ന്റെ കൂടി സഹകരണത്തോടെയാണ് അന്ന് ഈ സക്സ്നെറ്റ് എന്ന് പറയുന്ന ഈ ഒരെണ്ണം വികസിപ്പിച്ചെടുത്തത് എന്നാണ് പറയുന്നത്. എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല. എന്തായാലും നീ വരും ദിവസങ്ങളിൽ എന്താണ് മൊസാദിന്റെ തലയിൽ വരുന്ന തന്ത്രങ്ങൾ ഇവരെ തകർക്കാനായി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതല്ലേ? കാത്തിരുന്ന് കാണേണ്ടതാണ്. മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഇസ്രായേലിന്റെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ഗാബി അഷ്കനോസി എന്ന് പറയുന്ന അവിടുത്തെ സൈന്യാധിപൻ വിരമിക്കുന്ന സമയത്ത് ആ വിരമിക്കൽ പ്രസംഗത്തിന്റെ ഒരു വീഡിയോ ലീക്കായി. ആ ലീക്കായ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത് ഈ സ്റ്റക്സ്നെറ്റിന്റെ പിന്നെ എന്താണ് രൂപകൽപ്പനയാണ് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോഴാണ് ആളുകൾക്ക് ലോകത്തിന് മനസ്സിലായത് ഇത് ഒരു ഇസ്രായേലിൻ്റെ ഈ ചാരസംഘടനയുടെ കൃത്യമായ ഒരു കൈ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. മാത്രമല്ല അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ എന്താണ് കുപ്രസിദ്ധമായ ഒരു സംഗതി ഉണ്ടായിരുന്നു. അതായത് ഒളിമ്പിക് എന്താണ് അതിൻ്റെ കൃത്യമായ പേര് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസുമായി ബന്ധപ്പെട്ട് ഇത് നിർമ്മിക്കും, അതിനും കൂടെ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റക്സ്നെറ്റ് നിർമ്മിക്കപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങളും കൂടെ ഇതിനകത്ത് പടരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഇസ്രായേലിൻ്റെ ചാരബുദ്ധി, വനിതകളെ ഉപയോഗിച്ചുള്ള ബുദ്ധി, മറ്റ് രാജ്യങ്ങളിൽ കടന്നു കയറിക്കൊണ്ട് ആളുകളെ ഇല്ലാതാക്കുന്ന ബുദ്ധി, അവരുടെ ശത്രുക്കളെ ഏത് വിധേനയും അടിച്ചമർത്തുന്ന ബുദ്ധി, ഇത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്തേക്കാണ് എന്ന് പറയേണ്ടി. എന്ത് പേജറും വോക്കി ടോക്കിയൊക്കെ എന്ത് അതിലും വലുത് കാണിച്ചിരിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് അതിലും വലുതായിരിക്കും എന്നുള്ളത് സംശയമില്ല. തീർച്ചയായിട്ടും നമ്മുടെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ അരയിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ പോലും ഒന്നും വെക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്.